എന്തൊക്കെ കാര്യങ്ങളാണ് പ്രകൃതിയിൽ ദൈവം നമുക്ക് തന്നിട്ടുള്ളത്. ഈശ്വരാനുഗ്രഹത്താൽ ഔഷധ സസ്യങ്ങളും ധാരാളമുണ്ട്, അലങ്കാര സസ്യങ്ങളുമുണ്ട്. അലങ്കാര സസ്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് വലിയ സന്തോഷവും പോസിറ്റീവ് എനർജി കിട്ടുകയും ചെയ്യും, നല്ല വായു തരും. അതിലൊക്കെ പെട്ട ഒന്നാണ്, എയർ പ്യൂരിഫൈ ചെയ്യുന്ന ഒന്നാണ് ഈ ചെടി എന്നുകൂടി പറഞ്ഞു. ഇതിന് പല പേരും പറയുന്നുണ്ട്. ആരോ ഹെഡ്, ആരോ പോലെയൊക്കെ ഇരിക്കും, കൂർത്തൊക്കെ ഇരിക്കണ കണ്ടിട്ടില്ലേ? ഇത് ശരിക്ക് പടം പിന്നുള്ള പോരായ്മയുണ്ട് കേട്ടോ. എന്നാലും ഞാൻ കഴിയുന്നത്ര എനിക്ക് ഇടാൻ പറ്റുന്ന പോലെയൊക്കെ ഇടാം. അതുപോലെ അതിൻ്റെ ഡിസൈനൊക്കെ കണ്ടോ, എന്ത് മനോഹരമായിട്ടുള്ള ഡിസൈനാണ്. ഡാർക്ക് ഗ്രീനും വൈറ്റും ഒക്കെ ചേർന്നത്. ഇത് വെറുതെ നിങ്ങൾക്ക് ഒന്നും ഒട്ടും സ്ഥലമില്ല എന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ ഓഫീസിലാണെന്ന്, അല്ലെങ്കിൽ ഹോസ്റ്റലിലോ, അതും അല്ലെങ്കിൽ ഹോസ്പിറ്റലൊക്കെ കിടക്കേണ്ടി വരും ഇടയ്ക്ക്. ഹോസ്പിറ്റലിലായാലും ലോഡ്ജിലായാലും എവിടെയായാലും ഇത് നട്ട് നിങ്ങളധികം ബുദ്ധിമുട്ടൊന്നും വേണ്ട. ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അത് മുറിച്ച്, അത് പക്ഷേ മുറിക്കുമ്പോൾ ശ്രദ്ധിച്ച് മുറിക്കണം കേട്ടോ. അതിൻ്റെ ആ ഒരു മുട്ട് വരണ ഭാഗമൊക്കെ ഉണ്ട്, ഇങ്ങനെ നോട്, അത് വെച്ച് മുറിച്ചിട്ട് വെള്ളത്തിലിട്ട് വെച്ചാലും മതി. അപ്പോൾ ഒരു പ്രത്യേക നമുക്കൊരു സമാധാനം, ഒരു സന്തോഷം എല്ലാം കിട്ടുന്നതാണ്. പോസിറ്റീവ് എനർജി കിട്ടും, വായു ശുദ്ധീകരിക്കും. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ചെയ്യുക, പ്രകൃതിയോട് കൂടുതൽ ഇണങ്ങുക, ഇതിനെല്ലാം ഇഷ്ടപ്പെടുക. നമ്മളെപ്പോലെ തന്നെ നമ്മളിലും ദൈവവും ഈശ്വരൻ പല വിധത്തിലല്ലേ ആൾക്കാരെയൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ചെടികളും, അത് നമ്മളെപ്പോലെ തന്നെ ചെടികളെയും ഇഷ്ടപ്പെടുക. കൂപ്പുകൈയോടെ ലക്ഷ്മി ശിവ്. അടുത്ത് വേറെ വീഡിയോ ആയിട്ട് വരാം. ഗ്ലാസ്സിൽ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നുണ്ടോ, അതിപ്പോൾ എവിടെയാണെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ വടിയിൽ കയറ്റാം. ഈ മരത്തിലൊക്കെ കയറ്റുന്നതിലും ഭേദം ഇങ്ങനെ ചട്ടികളിൽ വയ്ക്കുന്നതാണ്. അപ്പോൾ കൂടുതൽ ഭംഗി തോന്നുന്ന പോലെ എനിക്ക് തോന്നിയിട്ടോ ഈ ചെടികൾക്കെല്ലാം. മരത്തിലൊക്കെ കയറുമ്പോഴത്തേക്കും അത് പൊക്കത്തിലെത്തുമ്പോൾ അതിൻ്റെ ഇലയൊക്കെ നീണ്ട് വേറെ പോലെ തോന്നും. ഒരിക്കൽ കൂടി നന്ദി.